എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് വണ്ടിയെക്കുറിച്ചുള്ളതല്ല, നമ്മളൊരു പെഡസ്റ്റൽ ഫാനിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ അൽമൊണാഡിന്റെ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന പന്തൽ ഡെക്കറേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ അൽമൊണാഡിന്റെ ഈ ഒരു പെഡസ്റ്റൽ ഫാനിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ പല ആളുകൾ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം ഇത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാൻ നമ്മൾ കുത്തി ഓൺ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ മോട്ടറിന്റെ ഭാഗം മൂളി നിൽക്കുക, മോട്ടർ അതായത് ഈ ലീഫ് കറങ്ങാതെ ഇങ്ങനെ പറഞ്ഞ് മൂളി നിൽക്കുന്ന ഒരു കണ്ടീഷൻ. അതല്ലാത്ത പക്ഷം നമ്മുടെ ഈ സ്വിച്ചുകളൊന്നും 1, 2, 3 എന്നുള്ള വർക്കിംഗ് ഒന്നും നടക്കാതെ ഫുള്ളായിട്ട് ത്രൂ ആയിട്ട് ഫാൻ ഫുൾ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഇത് ഫുൾ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ മൂളി നിൽക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഇതിന്റെ കപ്പാസിറ്റർ കംപ്ലൈന്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ കവർ അഴിച്ചിട്ട് അതിന്റെ കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യും. പക്ഷെ യാതൊരുവിധ പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫൈനലി കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇതേ കണക്ക് ഒരു ഇലക്ട്രോണിക് ബോർഡുണ്ട്. അപ്പം നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ കാരണമായ ഫസ്റ്റ് സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാൻ ഇങ്ങനെ മൂളി നിന്ന ഒരു സമയത്ത് നമ്മൾ ഈ കവർ അഴിച്ചിട്ട് ഇതിന്റെ ഒരു കപ്പാസിറ്റർ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആ കപ്പാസിറ്റർ പോയ കണക്ക് ഇതിങ്ങനെ മൂളി നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ ആ കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തതിന് ശേഷം ഫാൻ വീണ്ടും പഴയ അവസ്ഥയിൽ. അപ്പോൾ തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മൾ ഈ ഫാനിന്റെ ഈ കൺട്രോളിംഗ് യൂണിറ്റിനകത്തുനിന്ന്, അതായത് ഈ റെഗുലേറ്റർ യൂണിറ്റിനകത്തുനിന്ന് വരുന്ന ഈ ഒരു കണക്ഷൻ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഡയറക്റ്റ് AC സപ്ലൈ കൊടുത്തപ്പോൾ ഫാൻ യാതൊരുവിധ പ്രശ്നമില്ലാതെ കറങ്ങി. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന കപ്പാസിറ്ററിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതേ കണക്ക് ഈ ഫാനുകളൊക്കെ കംപ്ലൈന്റ് ആകുമ്പോൾ പല ആളുകളും ചെയ്യുന്നൊരു പരിപാടി, ഇതിന്റെ ഈ സൈഡ് തുളയ്ക്കുക, സൈഡ് തുളച്ചതിന് ശേഷം നമ്മുടെ സാധാ ഫാനിന്റെ റെഗുലേറ്റർ മേടിച്ച് പിടിപ്പിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളാണ് സാധാരണയായിട്ട് കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികൾ. കാരണം ഇത് എന്താണെന്ന് ആളുകൾ അതിനുവേണ്ടി ചിന്തിക്കാറില്ല. അപ്പോൾ അതിനുകൊണ്ടായിരിക്കാം ഇതിന്റെ സൈഡിൽ സാധാ നമ്മൾ വീടുകളിൽ കൊടുക്കുന്നതിനുള്ള ഫാനിന്റെ റെഗുലേറ്റർ, ചെറിയ സ്വിച്ച് മോഡൽ റെഗുലേറ്റർ ഇവിടെ പിടിപ്പിക്കും. അങ്ങനെയുള്ള അതൊക്കെ ഒരു അഭംഗി സെറ്റപ്പിലേക്ക് പോകും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇവിടെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ആ ഒരു പാനൽ ഭാഗം ഇളകി താഴെ പോയാണ്. ജസ്റ്റ് പിള്ളേരാരെങ്കിലും കൈയിടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഇതിനു വേണ്ടി ഒട്ടിച്ചതാണ്. അല്ലാതെ ഒരു അഭംഗിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ടും ഇത് കാണിക്കുന്ന ഈ ഒരു ബോർഡിന്റെ കംപ്ലൈന്റ് കൊണ്ട് കാണിക്കുന്ന 2 കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ഈ ലീഫ് ഇങ്ങനെ നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ പോയ മാതിരി ഇങ്ങനെ മൂളിയിട്ട് ഇങ്ങനെ കറങ്ങാൻ ശ്രമിക്കുന്നത് പോലെ കാണിക്കുക. രണ്ടാമത്തെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1, 2, 3 എന്നുള്ള ഈ റെഗുലേറ്റർ വർക്കാകാതെ ഫുള്ള് ത്രൂ ഔട്ട് സ്പീഡിൽ ഈ സാധനം ഈ ഫാൻ കറങ്ങിപ്പോവുക എന്നുള്ളതാണ് ഇതിന്റെ 2 പ്രധാന കംപ്ലൈന്റ്. ഈ 2 കംപ്ലൈന്റ് നമ്മുടെ മറ്റ് കാര്യങ്ങളൊന്നും ആശ്രയിച്ചല്ല, ഈ ഒരു ബോർഡിനെ സംബന്ധിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ ഒരു 2 കംപ്ലൈന്റ്. ഞാൻ ഇലക്ട്രോണിക്സിൽ വലിയ പ്രാവീണ്യമുള്ള ആളല്ല, ബേസിക് ഇലക്ട്രോണിക്സ് മാത്രം ചെറുതായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ ബോർഡ് കേന്ദ്രീകരിച്ച് ഒരു നിരീക്ഷണങ്ങളൊക്കെ നടത്തി. നമ്മൾ ചെറിയ മൾട്ടിമീറ്റർ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പം അങ്ങനെ വന്ന അവസരത്തിലാണ് നമുക്കിത് ഇതിനകത്ത് ഇതുപോലൊരു ട്രയാക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ട്രയാക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബാക്കി ഈ വളരെ ചുരുക്കം കമ്പോണൻസേ ഉള്ളൂ. അതിൽ ചെക്ക് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ചെക്ക് ചെയ്തു. ആ ചെക്ക് ചെയ്തപ്പോഴൊന്നും അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും കാണിച്ചില്ല. അപ്പം നമ്മൾ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കണക്കൊരു ട്രയാക്ക് ഇതിനകത്ത് ഇതിന്റെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രയാക്ക് ഉണ്ട്. BTA 600 എന്ന് പറയുന്ന ഒരു ട്രയാക്കാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴും എന്തോ ഒരു ഇത് തോന്നി. നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് മോഡിലിട്ട്, മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത നേരിട്ട്. കാരണം ഇതിൽ കാണിക്കുന്ന ഏതാണ്ട് 500-600 റീഡിംഗ് ആണ് നമുക്കിത് കാണിക്കേണ്ടത്. അപ്പോൾ അത് ആയിട്ടല്ല കാണിക്കുന്നത്. അത് തന്നെയല്ല, ഇതിൻ്റെ അകത്ത് ഒരു ലെഗ് ഷോർട്ട് ആയിരിക്കുന്നത് പോലെയും കാണിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ കണക്ക് BTA 12600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാക്ക് ഇതിന് മുമ്പ് നമ്മൾ കോട്ടയത്തൊരു പ്രമുഖ കടയിൽ നിന്ന് 2 ട്രയാക്ക് വാങ്ങിച്ചിരുന്നു. പക്ഷേ ഈ ട്രയാക്ക് ഇടുമ്പോൾ നമ്മുടെ ഈ ഫാൻ വീണ്ടും പഴയ ഒരു കണ്ടീഷൻ. കാരണം ഈ പുതിയ വാങ്ങിച്ച ഈ 2 ട്രയാക്കും കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് വർക്കാകാതെ വന്നത്. അതിനുശേഷം നമ്മൾ 30 രൂപ കൊടുത്ത് എറണാകുളത്ത് നിന്ന് വാങ്ങിച്ച ഒരു ട്രയാക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ ഈ മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുമായിട്ടുള്ള അതേ വാല്യൂ തന്നെ കണ്ടിന്യൂറ്റി മോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് കാണിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫാനിൽ നിന്ന് നമ്മൾ ഡിസോൾഡറിങ് ചെയ്തെടുത്ത ട്രയാക്ക്. BTA 12600 എന്ന് പറയുന്ന
ട്രാക്ക്. ഇത് നമ്മൾ പുതിയത് മേടിച്ച എറണാകുളത്തുനിന്ന് മേടിച്ച ഒരു ട്രാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിമീറ്റർ ആദ്യം കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇടുക. ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്, മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റീഡിങ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടിന്യൂറ്റി മോഡ് ഈ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ലെഗുകൾ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ 548 എന്ന് പറയുന്ന റീഡിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇത് തിരിച്ചും ഒന്ന് കൊടുത്ത് നോക്കുന്നുണ്ട്, അപ്പോഴും 584 എന്നൊക്കെ പറഞ്ഞ ഒരു റീഡിങ്ങിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെയും നടുക്കത്തെയും ലെഗ് തമ്മിൽ നെഗറ്റീവ് പോസിറ്റീവ് രീതിയിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. എന്നാൽ തിരിച്ച് അങ്ങനെ കാണിക്കുന്നില്ല താനും. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഈ ട്രാക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് അതേ ഒരു 575 എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സെൻട്രൽ ലെഗിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഷോർട്ടിങ്ങോ അല്ലെങ്കിൽ ഇത് തമ്മിൽ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തിരിച്ചും നമ്മൾ കൊടുത്തു നോക്കിയപ്പോൾ അവിടെയും കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പഴയ ട്രയാക്കും അതുപോലെ ഈ പുതിയ ട്രയാക്കും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ലെഗുകൾ തമ്മിൽ ഷോർട്ടായി പോയതുകൊണ്ടായിരിക്കാം ഈ ഫാൻ ത്രൂ ഔട്ട് ഫുൾ സ്പീഡിൽ കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്തില്ല എങ്കിൽ പോലും ഈ ഒരു കംപ്ലൈൻ്റ് ആണ് നിങ്ങളുടെ ഫാനിന് കാണിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ ഒരു ട്രയാക്ക് പോയതാണ്. മറ്റ് സംഭവങ്ങളൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് ഉറപ്പിക്കുക ഈ ഒരു ട്രയാക്ക് പോയതാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ട്രയാക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്തതിന് ശേഷം ഈ ഫാനിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മേടിച്ച പുതിയ ട്രയാക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫാൻ ഒന്ന് ഓണാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറൊന്ന് കുത്തി നോക്കാം. സാധാരണഗതിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ കുത്തുന്ന സമയത്ത് തന്നെ ഈ ഫാൻ ഇങ്ങനെ ത്രൂട്ട് കറങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അത് കുത്തിയിട്ട് ഫാൻ കറങ്ങുന്നൊന്നുമില്ല. ഫാൻ നല്ല സ്റ്റോപ്പായിട്ടിരിക്കുവാണ്. സാധാരണഗതിക്ക് നമ്മളത് കണക്ട് ചെയ്യുന്ന അവസരം തന്നെ ഇത് ഫുൾ സ്പീഡിൽ കറങ്ങിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 1, 2 നെട്ട് നോക്കാം. ഈ നമ്മൾ 1, 2 എന്നുള്ള റെഗുലേറ്ററിൻ്റെ സ്വിച്ചുകളൊന്ന് ഞെക്കി നോക്കാം. ഇതിപ്പോൾ 1ാമത്തെ സ്പീഡാണ്. ഇത് നമുക്ക് 2 ഇടാം. ഇത് 2ാമത്തെ സ്പീഡാണ്. ഇത് നമ്മളിത് 3ാമത്തെ സ്പീഡിലാണ് ഇപ്പോൾ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നടക്കണം. അത് ഇങ്ങനെ ഷോർട്ടാകാത്ത രീതിയിൽ ഇതിൽ സ്ക്രൂ ചെയ്ത് സെറ്റപ്പാക്കി നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.